എത്തിച്ചു, പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഇനി എന്താണ് പ്രേക്ഷകരോട് കൂടുതലായിട്ട് പറയാനായിട്ടുള്ളത്? പിള്ളേരെ പടമാണ്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ പടമാണ്. പിള്ളേർ കാണിക്കുന്ന ഓരോ സംഭവങ്ങളാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. ഡബിങ്ങൊക്കെ വലിയ കുഴപ്പമില്ലാതെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ കാണാൻ നമുക്ക് കാലിക്കറ്റും കുറേ സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല ആൾ കയറിയിട്ടുണ്ട്. കുഴപ്പമില്ലാതെ വരുമെന്ന് വിചാരിക്കും. മാക്സിമം സോങ്സ് ആക്ഷൻസൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചെറിയ സാധനമാണല്ലോ, എല്ലാവരും മമ്മൂട്ടി പോലെ ആയിട്ടൊന്നുമല്ല വരുന്നത്, എല്ലാവരും സൂപ്പർ സ്റ്റാറായിട്ടല്ലോ വരുന്നത്. എല്ലാവരും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നാളെ ഈ ചെന്നൈയൊക്കെ ചിലപ്പോൾ സൂപ്പർ സ്റ്റാർ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റുന്നില്ല പുതിയൊക്കെ. അപ്പോൾ അതിനെക്കൊണ്ട് ആരോ വേണമെങ്കിൽ നമുക്ക് സ്റ്റാറായി വരാം. അപ്പോൾ അതിനെക്കൊണ്ട് നല്ല സിനിമയാണ്, കുഴപ്പമില്ലാത്ത സിനിമയാണ്. നമ്മൾ വലിയൊരു കോടികളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കുറച്ച് ആൾക്കാരത് കാണണമെന്നേ നമ്മൾ പറയുന്നു. അത്യാവശ്യം പിള്ളേരെ പടമാണ്, പിള്ളേരെ സെറ്റപ്പിൽ വരുന്നൊരു പടം പോയി കാണുക എന്നുള്ളതാണ്. പിന്നെ ഫോട്ടോഗ്രാഫി നിങ്ങൾ കണ്ടല്ലേ, ഫോട്ടോഗ്രാഫിയൊക്കെ നന്നായിട്ട്, ഫൈറ്റ് നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു ബജറ്റ് അനുസരിച്ചുള്ള സംഭവം നമ്മൾ ഡബിങ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷം. പിന്നെ ആദ്യമായിട്ടാണ് ഒരു അന്യഭാഷ സിനിമ മലയാളത്തിൽ വന്നിട്ട് ലാഭം അധികം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടണ്ട എന്ന് പറയുന്നത്. ആ ഒരു ഗട്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് എങ്ങനെയാണ്? നമ്മൾ എല്ലാ സിനിമകളും ഇപ്പോൾ എടുത്ത് ലാഭം കിട്ടണമെന്നില്ലല്ലോ. ലാഭം കിട്ടില്ല, സിനിമയ്ക്ക് ലാഭം കിട്ടുന്നതിലൊക്കെ ഉപരി ഒരു കാര്യം വെച്ചാൽ ഇത് ജനങ്ങൾ കുറച്ച് ആൾക്കാർ കാണുക എന്നുള്ളതാണ്. ഈ ലാഭവും നഷ്ടവും എന്ന് പറഞ്ഞാൽ ഇപ്പം ജനങ്ങളെ കയ്യിലിരിക്കുന്നില്ല. അവരെ നമുക്ക് വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അഭിപ്രായങ്ങൾ മൊത്തം ആൾക്കാർ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വന്ന് കാണാം, അത്രേ ഉള്ളൂ. നമ്മളായിട്ട് പൈസ കൊടുത്തിട്ട് ആരെയും കയറ്റി കാണിക്കുക അങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്യുന്നില്ല. അതിലുള്ളവർ എന്തുമ്പോൾ കളക്ഷൻസ് ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ട്. ഓരോ തിയേറ്ററിൽ 25 ആൾ 30 ആൾ 32 ആൾ കയറിയിട്ടുണ്ട്. ഓരോ തിയേറ്ററും അങ്ങനെയുള്ള ആളുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് ഗംഗയിൽ സ്റ്റാർട്ടിങ് ഷോയ്ക്ക് ഒരു 65 ആളുണ്ട്, ഈ ഷോയ്ക്ക് 93 ആളുണ്ട്. ഇതൊന്നും നമ്മൾ കയറ്റുന്നതല്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ ടിക്കറ്റിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ്. കാരണം ചെറിയ സിനിമകൾക്ക് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് കുറയും. ഒരു ചെറിയ സിനിമകളൊക്കെ വരുമ്പം ഗവൺമെൻറ്റും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ മാക്സിമം ഒരു 100 രൂപ ചൂടെ, ഒരു 90 റുപ്പീസ്. എനിക്ക് തോന്നുന്നു മൾട്ടിപ്ലക്സ് PVR-ലൊക്കെ ചെന്നൈയിലൊക്കെ എക്കോണമി സീറ്റുണ്ട്. 60 രൂപയുടെ സീറ്റ് ഒരു 50 എണ്ണം 40 ഉണ്ടാവും. അത് ഏത് സിനിമ വന്നാലും 10 ആൾ കാണാൻ 20 ആൾ കാണാനുണ്ടാവും. പക്ഷേ ഇത് റേറ്റ് ഇപ്പോൾ 250-300 രൂപയാണ്. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പൈസ എല്ലാവരുടെയും ചിലപ്പോൾ അത്രയും പൈസ ഉണ്ടാവണമെന്നില്ല. പിന്നെ സിംഗിൾ സ്ക്രീനിലും റേറ്റ് വളരെ കൂടുതലാണ്, 150-200. അതാരെ കുറയ്ക്കേണ്ടത്, തിയേറ്റർ ആരാണോ? എല്ലാവരും തീരുമാനം എടുക്കണം. അതായത് ഡിസ്ട്രിബ്യൂട്ടറും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ എക്സിബ്യൂട്ടറും ഗവൺമെൻറ്റും ഇതിനൊരു തീരുമാനം എടുത്തിട്ട് ടിക്കറ്റിൻ്റെ റേറ്റ് കുറച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വല്ലാണ്ട് അങ്ങോട്ട് സിനിമ വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു വലിയ പ്രോജക്റ്റുകൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഒരു വർഷത്തിൽ 1-2 സിനിമ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം തന്നെ അറിയാം, തിയേറ്ററൊക്കെ ഒരുവിധപ്പെട്ട തിയേറ്റർ എല്ലാം നഷ്ടത്തിൽ തന്നെ പോകും. അല്ല, നമ്മൾ ഈ എല്ലാ സ്ഥലങ്ങളിലും ഈ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അറിയാം, ചില ദിവസങ്ങളിൽ 50% ഓഫർ, ഒന്നെടുത്ത് 1 ഓഫർ. സിനിമ ടിക്കറ്റിന് മാത്രം അങ്ങനെ ഇല്ലാത്തുള്ളൂ. അതൊരു തീരുമാനമാക്കണ്ടേ? അല്ല, അതൊരു തീരുമാനം. ഓഫറിന് ഉപരിയായിട്ട് റേറ്റ് കുറച്ച് കുറഞ്ഞാൽ മതി. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ DCR ഉണ്ട്. കാലിക്കറ്റ് ഗംഗാ തിയേറ്റർ എന്നൊരു തിയേറ്ററുണ്ട്. 80 രൂപയാണ് ടിക്കറ്റ്. ആര് നായകനായാലും അവിടെ സിനിമ കാണാൻ ഒരു ഷോയിൽ മിനിമം ഒരു 80-90 ആൾക്കാരുണ്ടാവും സ്റ്റേഡിയത്തിൻ്റെ അപ്പുറത്തുള്ള. അങ്ങനെയുള്ള കുറച്ച് സ്ക്രീനുകൾ നമ്മുടെ കേരളത്തിൽ വരേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം നിങ്ങൾക്കറിയാം, ഒരു 20 കൊല്ലം മുന്നേ നമ്മൾ ഏതൊരു സിനിമ തിയേറ്ററിൽ കൊണ്ടിട്ടാലും ഒരു 50 ആൾ 60 ആൾ ഒരു ഷോയ്ക്ക് കാണാനുണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു സിനിമ ഇട്ട് കഴിഞ്ഞാൽ എത്ര ആൾ സിനിമ തിയേറ്ററിൽ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. പിന്നെ നമ്മൾ തന്നെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ആൾക്കാരെ കാണിക്കേണ്ട സ്ഥിതിയാണ്. നമ്മൾ തന്നെ പൈസ കൊടുത്ത് പടം എടുക്കുക, ടിക്കറ്റ് എടുത്ത് പടം കാണിക്കാൻ ഇറ്റ്സ് പോസിബിൾ അല്ല. കുറച്ച് സമയമൊക്കെ അതിന് പിടിച്ചിരിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യും? ഇത് പറയുന്ന പോലെ ഡിജിറ്റലും സാറ്റലൈറ്റും ഒന്നും വന്നു പോകുന്നില്ല. കഴിഞ്ഞ കൊല്ലം ഇറങ്ങി എത്ര സിനിമയുണ്ട് ഡിജിറ്റലും സാറ്റലൈറ്റും ഒക്കെ വിറ്റുപോയത്? വെറുതെ പറയുകയാണ് ഇത് 4 ആഴ്ച 5 ആഴ്ച കൂടി എനിക്ക് ഡിജിറ്റൽ സാറ്റലൈറ്റ് പോകുന്നുള്ളത്. ഇത് ഒരു പ്രൊഡ്യൂസറുടെ ആത്മവിശ്വാസം മാത്രമാണ്. എൻ്റെ കയ്യിൽ ലിസ്റ്റുണ്ട്. എൻ്റെ കയ്യിൽ തന്നെ ഒരുപാട് സിനിമകൾ വിൽക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതിനെക്കൊണ്ട് അതെല്ലാം വെറും കപട നാടകങ്ങളാണ്. ഈ ടിക്കറ്റ് റേറ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്ര, എസ്പെഷ്യലി ചെറിയ സിനിമകൾ വരുമ്പോൾ ടിക്കറ്റ് റേറ്റ് മാക്സിമം കുറയ്ക്കുക. എന്നാൽ മാത്രമേ ഇത് നമുക്ക് കാണണ്ടേ. അപ്പോൾ ആ റേഞ്ചിൽ ടിക്കറ്റിൻ്റെ റേറ്റ് കുറച്ച് കുറയ്ക്കാനുള്ള ഗവൺമെൻറ്റിനോടും പ്രൊഡ്യൂസേഴ്സിനോടും മറ്റ് എക്സിബിറ്റേഴ്സിനോടും ഇത് റിക്വസ്റ്റാണ്.